ഗുഡ് മോർണിംഗ് ടു ഓൾ, ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ നോ കുറച്ച് ഗ്യാപ്പൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നേക്കുന്നത്, പക്ഷേ ഇനി വരുന്ന വീഡിയോസിൽ അതെല്ലാം നമുക്ക് നികത്താം. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എൻ്റെ സ്കിൻ കെയർ വിത്ത് മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ച് പരിചയപ്പെടുത്താമെന്ന്. ഞാൻ സ്കിൻ കെയറിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും മേക്കപ്പിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും ഒക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. സ്കിൻ കെയർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. നമ്മൾ എന്ത് പ്രോഡക്റ്റ് നമ്മുടെ മുഖത്തിട്ടാലും സ്കിൻ കെയർ മസ്റ്റ് ആയിരിക്കണം. അപ്പം ഞാൻ ആദ്യം എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് ഒരു നല്ല ടോണറാണ്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ടോണർ യൂസ് ചെയ്യാം. ഞാൻ ജോവീസിൻ്റെ ടോണറാണ് കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേ ഞാൻ ഗുഡ് വൈബ്സിൻ്റെ ഒക്കെ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ ടോണറും ഏകദേശം സെറ്റായിരുന്നു. കാര്യം എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്, അപ്പം എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പം ഒരു ടോണർ യൂസ് ചെയ്യുക. പിന്നെ ഞാൻ ഹൈഫൻ്റെ സിറം ഞാനൊരു 1 month ആയതേ ഉള്ളൂ യൂസ് ചെയ്തിട്ട്, ബട്ട് ഇറ്റ്സ് ഗുഡ്. എനിക്ക് ഈ ഓപ്പൺ പോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കുറച്ച് മിനിമൈസ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുമല്ല നല്ല വാട്ടറി കൺസിസ്റ്റൻസിയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. പക്ഷേ നല്ല അത് കുറച്ച് നമുക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു 5 minutes ഒക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓയിലി ബട്ടറി കണക്കിരിക്കും. പക്ഷേ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ സ്കിൻ, ഭയങ്കര ഹെൽത്തിയാണ്. അതേപോലെ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഏത് സ്കിൻ കെയർ യൂസ് ചെയ്താലും ഞാൻ എന്തായാലും മസ്റ്റായിട്ട് ഇടും. ഞാൻ വേറൊരു മോയ്സ്ചറൈസറിലോട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഗൈസ്. എനിക്ക് അപ്പോഴും ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ആ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അതേപോലെ ഞാൻ ഹിമാലയയുടെ ഒരു ലിപ്പ് ബാം യൂസ് ചെയ്യുന്നുണ്ട്, എനിക്കിഷ്ടമാണ്. ഇതൊരു ലിപ് ടിൻ്റ് വിത്ത് ബ്ലഷാണ്. ഇതും ഞാൻ ഫ്ലിപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അടിപൊളി സാധനമാണ്. ജസ്റ്റ് ഏകദേശം നമ്മൾ ഈ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യുന്ന കണക്കത്തെ ഏറ്റവും അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണത്. ഐ ലവ് ദാറ്റ്. പിന്നെ ഞാൻ പറയുന്നത്, ഞാനത് ലിപ് ബാമിൻ്റെ ഇത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ മേക്കപ്പിലോട്ട് പോകാൻ പോകണം. മേക്കപ്പിൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ പരിചയപ്പെടുന്നതിൻ്റെ കൂടെ ഞാൻ മേക്കപ്പ് ഇട്ടതിൻ്റെ ഒരു പിക്കും കൂടെ അറ്റാച്ച് ചെയ്യും ഈ വീഡിയോയുടെ അവസാനം കേട്ടോ. ഇത് പ്രൈമറാണ്. നമ്മുടെ മേക്കപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്രൈമറാണ്. നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിട്ട് പ്രൈമർ യൂസ് ചെയ്ത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ യൂസ് ചെയ്ത് കാണിക്കുന്നില്ല. അവസാനം ഞാൻ യൂസ് ചെയ്തിട്ട് മീൻസ് ഒരു വീഡിയോ എടുത്ത് ഇട്ട് തരാം. അപ്പം ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് പ്രൈമറാണ്. പ്രൈമർ നമ്മൾ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ അടയ്ക്കാൻ വേണ്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പോഴ്സ് ഉണ്ട്, അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇത് ഫിറ്റ്മിയുടെയാണ്. അടിപൊളി സാധനമാണ്, അടിപൊളി ഫൗണ്ടേഷനാണ്. നിങ്ങളുടെ ഫൗണ്ടേഷൻ്റെ ഇത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഫൗണ്ടേഷൻ എടുക്കാൻ. നിങ്ങളുടെ സ്കിൻ ടോണിൻ്റെ അനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ ഫൗണ്ടേഷൻ എടുക്കാൻ. ഫൗണ്ടേഷൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഹൈഫൻ്റെ ഈ ഒരു സൺസ്ക്രീൻ എൻ്റെ പുണ്യം മസ്റ്റ് സാധനമാണ്. അതായത് നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹൈലൈറ്റർ ഒരു നൈസ് SPF 50 ഒക്കെ ഉള്ള ഒരു സൺസ്ക്രീൻ അടിപൊളിയാണത്. നല്ല ഹൈലൈറ്റിംഗ് ആണ്. നമ്മളെവിടെ പോയാലും നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഞാൻ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇടുന്നത് കുറച്ച് ഇതാണെന്ന് തോന്നുന്നവർക്ക് ഇത് മാത്രം ഇട്ടാൽ മതി, അടിപൊളി സാധനമാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പോൺസിൻ്റെ തന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റേ ഞാൻ കുറച്ചല്ലേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് പോൺസിൻ്റെ സൺസ്ക്രീൻ കുറച്ചിടുന്നുണ്ട്. ഈ ബ്രഷ് എൻ്റെ പൊന്നെ, ഈ ഒരു ബ്രഷ് എൻ്റെ പൊന്നെ അടിപൊളി സാധനമാണ്. ഇത് മാർസിൻ്റെ ആണ് കേട്ടോ. പിന്നെ കൺസീലറാണ് കേട്ടോ. ഇത് എലയുടെ കൺസീലറാണ്. ഞാൻ കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്ന കൺസീലറാണ്. അടിപൊളിയാണ്. നമ്മുടെ ഡാർക്ക് സർക്കിൾസൊക്കെ അടിപൊളിയായിട്ട് കവർ ചെയ്യുന്ന ഒരു കൺസീലറാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട് എടുക്കുക. കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ് എടുക്കുക. നിങ്ങളത് ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ, ലൈറ്റർ സ്കിന്നാണെങ്കിൽ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് എടുക്കുക കേട്ടോ കൺസീലർ. പിന്നെ ഇത് കോമ്പാക്റ്റാണ്, ബ്ലൂ ഹെവൻ്റെ കോമ്പാക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടിപൊളി സാധനമാണ്. കുറേ നേരം നമ്മുടെ മുഖത്ത് നല്ല ഫിറ്റായിട്ട് മേക്കപ്പ് ഇരിക്കും കേട്ടോ. അതേപോലെ ഫേസ് കാനഡയുടെ ഒരു സെറ്റിംഗ് സ്പ്രേ എടുക്കുന്നുണ്ട്. ഇതിൽ ഗ്ലിറ്റർ ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ ഞാനിത് എടുത്തത്. അടിപൊളി സാധനമാണ്. നൈറ്റ് ഫംഗ്ഷനൊക്കെ പോകാനായിട്ട് കിഡ്ക്ക് പെർഫെക്റ്റ് സാധനമാണ് കേട്ടോ അത്. പിന്നെ ഞാൻ കുറേ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് മാർസിൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ ഈ ഒരു ഫേസ് സ്കാനഡയുടെ ലിപ്സ്റ്റിക്കുമാണ്. ഫേസ് സ്കാനഡ ലിപ്സ്റ്റിക്ക് എനിക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ട്. ബേസിക്കലി ഞാനത് എടുത്തത് അടിപൊളിയായിരുന്നു, എടുത്തിട്ടപ്പോഴും കിടുക്ക് സാധനമായിരുന്നു. പക്ഷേ ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുഖം കുറച്ചൊരു ഡള്ളാക്കുന്ന എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ കൂടുതലും മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ NYB യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ബ്രാൻഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മെബലിൻ്റെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഞാൻ മേക്കപ്പ് എല്ലാം ഇട്ടിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാം, നോക്കിക്കോ. അപ്പോൾ ഇതാണ് ഞാൻ ഫുൾ മേക്കപ്പ് ഇട്ടിട്ടുള്ള പിക്ക്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ, ഞാൻ മേക്കപ്പ് ഇടുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ബിലോ കമൻറ്റ് ചെയ്താൽ മതി. ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഉള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ.